ഹലോ, അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയ കുറച്ച് കണക്കേ ചെയ്തുള്ളൂ. കാരണം അത് ഇത്തിരി പ്രയാസമായിരുന്നുകൊണ്ട് നമ്മൾ ഇത്തിരി സ്പീഡ് കുറച്ച് പോയി അല്ലേ. നമ്മൾ എക്സസൈസ് 4.5ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ സെക്കൻഡ് ക്വസ്റ്റ്യൻ 205 ദ ഹോൾ സ്ക്വയർ വരെ ചെയ്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തി ആണല്ലോ. ഓർമ്മയുണ്ടല്ലോ, 205ൻ്റെ സ്ക്വയർ 200 + 5 ദ ഹോൾ സ്ക്വയർ നമ്മൾ ഉപയോഗിച്ച ഐഡൻറ്റിറ്റിയാണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനകത്ത് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ സിമ്പിളാണ് തേർഡ് ക്വസ്റ്റ്യൻ, പക്ഷേ അതൊന്ന് മനസ്സിലാക്കി ചെയ്തെങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഇവിടെ നോക്കിക്കേ, 9a² + b² + 4c² - 6ab + 12ac - 4bc 6 ടേംസ് ഉണ്ട് അല്ലേ. 6 ടേംസ് വരുന്ന ഐഡൻറ്റിറ്റി നമ്മൾ എന്തോ പഠിച്ചേ. നമ്മുടെ എല്ലാ ഐഡൻറ്റിറ്റിയും കൂടെ പേജ് നമ്പർ 91 അവർ സമ്മറി എല്ലാം കൂടെ കൊടുപ്പുണ്ട്. അതിനകത്ത് എല്ലാ ഐഡൻറ്റിറ്റീസും ഉണ്ട്. ഒന്നാമത്തെ x + y ദ ഹോൾ സ്ക്വയർ നമ്മൾ ഇന്നലെ എഴുതി പഠിച്ചാണ്. s² എയ്ക്ക് പകരം a + b ദ ഹോൾ സ്ക്വയറിന് പകരം ഇവിടെ x + y എന്ന് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. രണ്ടും ഒരേ ഐഡൻറ്റിറ്റി തന്നെയാണ്. x² + 2xy + y². x - y ആണ്, ഇവിടെ മാത്രം ഒരു മൈനസിൻ്റെ വ്യത്യാസം വരും. മൂന്നാമത്തെ ഐഡൻറ്റിറ്റി നോക്കിക്കേ, x + y + z ദ ഹോൾ സ്ക്വയർ = x² + y² + z² + 2xy + 2yz + 2xz. ഇതിനകത്ത് 3 6 ടേംസ് ആവുള്ളൂ അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടപ്പം ഏതാണ്ടൊരു സാമ്യം അല്ലേ, സെയിം ആയിട്ട് ദാണ്ട് ഈ ക്വസ്റ്റ്യനും ഇതും കൂടെ എന്തോ പോലെ 6 ടേംസ് ഉള്ളതുകൊണ്ട് നമുക്ക് a + b + c ദ ഹോൾ സ്ക്വയറിൻ്റെ ടേംസിൽ ഇതിനെ എഴുതാൻ പറ്റുമോ നോക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ മൈനസും കിടപ്പുണ്ട്, അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ മൈനസ് അപ്പുറവും ഇപ്പുറവും ഒക്കെ വരുമ്പോൾ എങ്ങനെ നമ്മൾ ഐഡൻറ്റിറ്റി എഴുതുന്നതെന്ന് കാണിച്ചു തന്നിട്ടാകുമ്പോൾ ഇത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ റെഡിയല്ലേ? നമ്മുടെ ഐഡൻറ്റിറ്റി എന്തോ x + y + z ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി? ഇത്രയേ ഉള്ളൂ, x + y + z ദ ഹോൾ സ്ക്വയർ അല്ലേ. a + b + c ദ ഹോൾ സ്ക്വയർ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളിങ്ങനെയാണ് പഠിച്ചത്, a + b + c ദ ഹോൾ സ്ക്വയർ = ഓരോന്നിൻ്റെ സ്ക്വയർ a² + b² + c² + 2ab എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, 2ab. പിന്നെ നമ്മൾ എന്തോ എടുത്ത് ഒരു 2bc എടുത്തു, 2bc ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഒരു 2ac എടുത്തു. മനസ്സിലായോ? ഇത് തന്നെ, ഇതൊരു ഐഡൻറ്റിറ്റി. ഇവിടെ സൈൻ മാറ്റി ഒന്ന് നോക്കാം. a - b + c ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എങ്ങനെ വരും ഈ ഐഡൻറ്റിറ്റി? ആദ്യം ഓരോന്നിൻ്റെ സ്ക്വയർ, എയുടെ സ്ക്വയർ a² + b - b ആണ് ബിയുടെ സ്ഥാനത്ത്, -bയുടെ സ്ക്വയർ + c² + 2 എയുടെ സ്ഥാനത്ത് എ തന്നെ, ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? മൈനസ് ആണ്, അപ്പോൾ -b എന്ന് എഴുതി. + 2bc 2 ബിയുടെ സ്ഥാനത്ത് ഒരു മൈനസ് ഉണ്ട്, സിയുടെ സ്ഥാനത്ത് സി തന്നെയാണ്. + 2ac അല്ലേ, + 2ac 2 a c. അവിടെ മൈനസ് വരുന്നിടത്ത് ബിയുടെ സ്ഥാനത്ത് മൈനസ് വന്നിടത്തൊക്കെ ഞാൻ ആ മൈനസ് ഇട്ട് കൊടുത്തു, അത്രയും മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ നോക്കിക്കേ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന്. എയുടെ സ്ക്വയർ a² - ബിയുടെ ഏത് നമ്പറിൻ്റെ സ്ക്വയർ എടുത്താലും ഇത് പ്ലസ് ആയിട്ട് വരും. അതപ്പോൾ b² + c². ഇനിയും 2 ഇവിടെ നോക്കുക, +2 ഉണ്ട്, a ഉണ്ട്, മൈനസ് ഉണ്ട്. പ്ലസും മൈനസും ഓപ്പോസിറ്റ് സൈൻ ഗുണിച്ചാൽ നമുക്ക് മൈനസ് കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -2ab എന്ന് കിട്ടും. കണ്ടോ? ശ്രദ്ധിച്ചാൽ മതി. 2ഉം -bയും സിയും കൂടെ ആവുന്നത്, അവിടെയും പ്ലസും മൈനസും കൂടെ ഗുണിക്കുമ്പോൾ -2bc എന്ന് കിട്ടി അല്ലേ. ഇവിടെ നോക്കിയേ, 2 ac ഒരു 2ac കിട്ടി. കണ്ടോ? അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? a - b + c ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇത് രണ്ടും കൂടെ ഒരു മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസായി, മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും മൈനസായി. പിന്നെ നമ്മൾ 2 പ്ലസ് ക്വാണ്ടിറ്റീസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അവിടെ അപ്പോൾ പിന്നെ അങ്ങ് പ്ലസ് ആയിക്കോളും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി മനസ്സിൽ പ്രത്യേകം സൂക്ഷിക്കുക. ഇനി എല്ലായിടവും ആണെങ്കിലോ a - b - c ദ ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിച്ചു. അതായത് ഇതിങ്ങനെയാണ് കിടക്കുന്നത്, a + -b + -c ഇങ്ങനെ കിടക്കുക എന്ന് വിചാരിച്ചു. എല്ലായിടത്തും പ്ലസ് ഇട്ടാതെ ഇങ്ങനെ വരും. അവിടെ ഇവിടെയും പ്ലസ് ഇട്ട് കൊടുത്തിരുന്ന ഇങ്ങനെ വന്നേനെ. എങ്ങനെയാണ് ഈ ഐഡൻറ്റിറ്റി? a + -b + c ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ബി കിടക്കുന്ന സ്ഥാനത്ത് അങ്ങ് -b ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ വാല്യൂ ഇടുന്നു. ആദ്യത്തെ എൻ്റെ സ്ക്വയർ a² + -bയുടെ സ്ക്വയർ + -cയുടെ സ്ക്വയർ
ഇനിയും 2 ഇൻറ്റു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ 2 ഇൻറ്റു എ ഇൻറ്റു മൈനസ് ബി പ്ലസ് ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ 2 ഇൻറ്റു മൈനസ് ബി ഇൻറ്റു മൈനസ് സി പ്ലസ് ഇനി എന്താ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ 2 ഇൻറ്റു എ ഇൻറ്റു മൈനസ് സി ആണ്. ഒരു കാര്യവും ഇല്ല, ആ സൈനിൽ വരുന്നിടത്ത് ഒന്ന് നോക്കിയാൽ നമുക്ക് പിടി കിട്ടും. എങ്കിലും നിങ്ങളത് കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ എഴുതി തരുന്നത്. അപ്പോൾ നമുക്ക് എന്തോ കിട്ടി എ സ്ക്വയർ മൈനസ് ബിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ അത് പ്ലസ് ബി സ്ക്വയർ അല്ലേ, മൈനസ് സിയുടെ സ്ക്വയർ എടുക്കുമ്പോഴും അത് സി സ്ക്വയർ ആയി. ഇനി ഇവിടെ നോക്കി ഒരു പ്ലസ് 2 ഉണ്ട്, ഒരു എ ഉണ്ട്, ഒരു മൈനസ്, പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2ab കണ്ടോ. ഇനിയും രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുക, 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോ കിട്ടുന്നത് പ്ലസ് ആയി, പ്ലസ് 2bc കണ്ടോ അവിടെ പ്ലസ് ആയി കിട്ടി. എയും മൈനസ് സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2ac ആയി കണ്ടോ. ഇതാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും സാമ്യത്തിലാണോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. 3യുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുകയാണ്. 9a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 4c സ്ക്വയർ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുക വേണ്ടേ. മൈനസ് 6ab ഉണ്ട്, പിന്നെ പ്ലസ് 12ac ഉണ്ട്, മൈനസ് 4bc ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. ഇതിനെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഈ ഐഡൻറ്റിറ്റി എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയറോ മൈനസോ ഇവിടെയൊക്കെ മൈനസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിലേത് രൂപത്തിൽ കൊണ്ടുവരാനുള്ളതിന് ഞാനിതിനെ ഇങ്ങനെ ചെയ്യുന്നു. 9 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ, അതിനെ 3a മൊത്തം സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പോൾ എയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത് 3a പ്ലസ് ബി സ്ക്വയർ, അത് ബി തന്നെയാണ് കിടക്കുന്നത് ബി സ്ക്വയർ. 4c സ്ക്വയറിനെ പ്ലസ് 2c ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. തൽക്കാലത്തേക്ക് നമ്മൾ അങ്ങനെ എഴുതി 2c ദ ഹോൾ സ്ക്വയർ. ഇനി 6ab നമുക്കെങ്ങനെ എഴുതാം മൈനസ് 2 ഇൻറ്റു അതുകൊണ്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം 3a ഇൻറ്റു ബി ആയി ആണല്ലോ, മനസ്സിലായി. പ്ലസ് 12ac 2 ഇൻറ്റു ഇതാണ്ട് എയും സിയും ഇവിടെ അല്ലേ കിടക്കുന്നത് 3a ഇൻറ്റു 2c എന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കിയേ. 3 2 6 2 12 കറക്റ്റ് അല്ലേ, നമുക്ക് 12ac അല്ലേ കിട്ടുന്നത്, അതും എല്ലാം പ്ലസ്സിലാണ് കിടക്കുന്നത് അല്ലേ. മൈനസ് 4bc മൈനസ് 2 ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് ബി തന്നെയാണ്, അപ്പോൾ ബി തന്നെ എഴുതി ബി ഇൻറ്റു സിയുടെ സ്ഥാനത്ത് 2c അല്ലേ കിടക്കുന്നത്, അതും ഇവിടെ നമുക്ക് മൈനസ് കിട്ടിയോണ്ട് 2c നമ്മളങ്ങനെ ശരിയാണോ നോക്ക്. 9 3യുടെ 9 എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2cയുടെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എത്ര വരും 4c സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഇതേപോലെ വരണം 2 ഇൻറ്റു 3a ഇൻറ്റു ബി എന്ന് എഴുതി, അപ്പോൾ 6bc തന്നെ. എ സി വരുമ്പോൾ ഇത് രണ്ടും കൂടെ നോക്കണം 2 ഇൻറ്റു 3 ഇൻറ്റു 2 12iac. പിന്നെ നമുക്ക് ബി സി നോക്കണം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിരിക്കുന്നത് അത് കണ്ടു നോക്കണേ. അപ്പോൾ 2 ഇൻറ്റു ബി ഇൻറ്റു സി. അപ്പോൾ നമുക്ക് എവിടൊക്കെയാണ് മൈനസ് ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെ നോക്കി. ഇതിൻ്റെ സൈന് 3a പോസിറ്റീവ് വന്നു, ബിയുടെയും പോസിറ്റീവ് വന്നു, സിയുടെയും പോസിറ്റീവ് വന്നു. എയും മൈനസ് ബിയും കൂടെ വരുമ്പോൾ നമുക്കിതാ ഇവിടെ ബിക്ക് ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ നോക്കിയേ 3a പിന്നെ ഞാൻ വെറുതെ എഴുതുകയാണ് ബി 2c. ഇത്രയും നമ്പറിൻ്റെ ഹോൾ സ്ക്വയർ ആണല്ലോ വരേണ്ടത്, ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എഴുതിയപ്പോൾ 3a സ്ക്വയർ അതുപോലെ വന്നു, ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ വന്നു, 2cയുടെ സ്ക്വയർ അത് വന്നു. മൈനസ് 2ab വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മൈനസ് ആണെങ്കിലല്ലേ 2 ഇൻറ്റു 3 ഇൻറ്റു എ ഇൻറ്റു ബി മൈനസ് വരുന്നത്. പിന്നെ എ സി വരുമ്പോൾ അവിടെ പ്ലസ്സാണ് കിടക്കുന്നത്, അപ്പോൾ നമുക്കിവിടെ പ്ലസ് ഇട്ട് കൊടുക്കാം. പിന്നെ ബി സി വരുമ്പോൾ മൈനസ് വരുമ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ തൽക്കാലം നമുക്കിതിനെ എങ്ങനെ എഴുതാം 3a മൈനസ് ബി പ്ലസ് 2c ദ ഹോൾ സ്ക്വയറിനെ എ സ്ക്വയറിനെ എ ഇൻറ്റു എ എന്ന് എഴുതാം. ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുന്നത്. ഇത് തന്നെ ശരിയാണ് എങ്കിലും നമ്മൾ ഒന്നുകൂടെ എഴുതുക 3a മൈനസ് ബി പ്ലസ് 2c എന്ന് എഴുതി ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് വയ്ക്കാം. കണ്ടോ. അപ്പം ഞാൻ എഴുതി തന്ന ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം എങ്ങനെ സൈൻ വരുന്നു എന്ന് നിങ്ങൾ കണ്ടു കാണും. അതിനനുസരിച്ച് വേണം നമ്മൾ വരണ്ടേ. അതായത് ഇവിടെ മാത്രമേ മൈനസ് ഉള്ളെങ്കിൽ 2 ടേം അവിടെ മൈനസ് ആയിട്ട് വരും, ഫസ്റ്റും ലാസ്റ്റും പ്ലസ് ആയിട്ട് വരും. 3 മൈനസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അവിടെ ആദ്യത്തേത് 2ab പിന്നെ എ സിയും ഈ എ ബി ഗുണിക്കുമ്പോൾ പ്ലസും മൈനസും എയും സിയും ഗുണിക്കുമ്പോൾ മൈനസ്, ഇത് രണ്ടും കൂടെ 2 മൈനസ് ഗുണിക്കുമ്പോൾ പ്ലസ് ആയിക്കോളും. അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം അതെഴുതാൻ. അപ്പോൾ റെഡിയല്ലേ ആൻസർ? ശരിയാണ്.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓരോ ടൈപ്പാണ് കേട്ടോ. നോക്കിക്കുവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാ പറയുന്നത്? 16s² പ്ലസ് 25t² മൈനസ് 40st. കണ്ടോ, 3 ടേം ഉണ്ട്. അപ്പോൾ ഹോൾ സ്ക്വയറിൻ്റെ ടേമിലല്ലേ കിടക്കുന്നത്? നമ്മുടെ ഐഡൻറ്റിറ്റിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് a + b + c the whole square is equal to a² + 2ab + b², അല്ലേ? a² - 2ab + b² a - b the whole square. അപ്പോൾ 3 ടേം ഉണ്ടെങ്കിൽ ഈ ഐഡൻറ്റിറ്റിക്കകത്ത് വരും. അപ്പോൾ നമുക്കിവിടെ ഇവനെ ഒന്ന് ഓർഡറിൽ എഴുതാം. ആദ്യത്തെ സ്ക്വയറിൽ ലാസ്റ്റിൽ വലിയ നമ്മൾ സ്ക്വയർ കിടക്കുന്നത്. അപ്പോൾ ഞാനിതിനെ 4s സ്ക്വയറായിട്ട് എഴുതാമല്ലോ. മൈനസ് 25t² ഞാൻ അങ്ങ് ഇപ്പുറത്ത് കൊണ്ട് എഴുതി. ഇവിടെ 40st എഴുതി, എന്നിട്ട് 25t² ഞാൻ ആദ്യം അപ്പുറത്ത് അങ്ങ് എഴുതി. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 4s മൊത്തം സ്ക്വയറായിട്ട് എഴുതാം. പ്ലസ് ഇതിനെ 5t മൊത്തം സ്ക്വയർ അല്ലേ? ഇത് 5t മൊത്തം സ്ക്വയറാണ്. 5ൻ്റെ സ്ക്വയർ 25t സ്ക്വയർ t². ഇവിടെ മൈനസ് ഇട്ടാൽ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 4s ഇൻറ്റു സെക്കൻഡ് നമ്പർ 5t ആണോ നോക്കിക്കേ. 40 കിട്ടുമെന്നൊക്കെ. 5 × 4 20, 20 × 2 40, s × t st. റെഡി അല്ലേ? നമ്മുടെ ഏത് ഫോമില? a² മൈനസ് 2ab + b² എന്നുള്ള ഫോം. ഐഡൻറ്റിറ്റി എന്തുവാ? a - b the whole square that is equal to 4s മൈനസ് നമ്മൾ ചെയ്ത കണക്ക് ടൈപ്പ് തന്നെ 5t the whole square ആണോ? a² a × a എന്ന് എഴുതാവുന്ന പോലെ ഇതിനെ എങ്ങനെ എഴുതാം? 4s - 5t × 4s - 5t എന്ന് വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് 2 നമ്പറായിട്ട് നമ്മളങ്ങ് എഴുതി വെച്ചേക്കണം. സ്ക്വയർ ടേംസിനെ 2ആയിട്ടങ്ങ് ചെയ്തത്. കഴിഞ്ഞല്ലോ, സിമ്പിളല്ലേ? ഇത് നമ്മൾ ഇതുപോലത്തെ ചെയ്തതാണ്. ഇനി അടുത്തത് നോക്കിക്കേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാം മിക്സാണ് വരുന്നത് കേട്ടോ. r² - r - 42 കണ്ടോ? ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് ഹോൾ സ്ക്വയർ ഫോമിലല്ല കിടക്കുന്നത്. കാര്യം 42 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? മൾട്ടിപ്ലൈ. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ r² കോഎഫിഷ്യൻ്റ് 1 അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -42 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടണം. നമുക്ക് 2 നമ്പറുണ്ട്. 2 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -42 എന്ന് കിട്ടണം. ഇതേ നമ്പർ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്തോ കിട്ടണ്ടേ? -1 എന്ന് കിട്ടണം. ഇങ്ങനത്തെ വല്ല നമ്പറും ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഞാൻ ഇന്നലെ സിമ്പിൾ ടെക്നിക്ക് കാണിച്ചു. 42നെ എങ്ങനെ എഴുതാം? 42നെ 1 × 42 എന്ന് എഴുതാം. ആദ്യം ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തേ 43, സബ്ട്രാക്ട് ചെയ്തേ 41. അതല്ലല്ലോ ഇവിടെ കിടക്കുന്നത്. ഇനിയും 42നെ നമുക്ക് 2 × 21 എന്ന് എഴുതാം. 21 + 2 23. അതല്ല ഇവിടെ കിടക്കുന്നത്. 21 - 2 19. അതുമല്ല ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് നടക്കത്തില്ല. ഇനി നമുക്ക് 42നെ എങ്ങനെ എഴുതാം നോക്കിക്കേ. 3 കൊണ്ട് പറ്റുമോ? 3 × 14 14 3 അല്ലേ? അല്ല, 3 14 3s are 42 അല്ലോ. 3 4s are 12, 3 1s are 3 + 1 4. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യപ്പോൾ 17 സബ്ട്രാക്ട് ചെയ്തപ്പോഴും വന്നില്ല. പിന്നെ നമുക്ക് 42നെ എങ്ങനെ എഴുതാം? 42നെ 4 കൊണ്ട് പറ്റത്തില്ല, 5 കൊണ്ട് പറ്റത്തില്ല. 6 7s are 42. ദേ അടുത്ത് വന്നല്ലോ ഇവർ രണ്ടുപേരും കൂടെ. 7ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ 13 ആണ്. നമുക്ക് -1 കിട്ടണ്ടേ. 7ഉം 6ഉം കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് 1ഉം കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അതിനെ എടുത്താൽ പോലെ. വലുത് ഇവിടെ മൈനസ് വരണം. അപ്പോൾ ഈ വലിയ ആളിനൊരു മൈനസും കൊടുത്തേക്കണം, ചെറിയ ആളിനൊരു പ്ലസും കൊടുത്തു. നമ്മുടെ പണി തീർന്നു. ഇനി നമുക്ക് എങ്ങനെ എഴുതണം ഇതിനെ? r² മൈനസ് 7 ആദ്യം അങ്ങ് എഴുതി. -7r + 6r. -7rഉം + 6rഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം -6 കിട്ടുമല്ലോ. അപ്പോൾ കിട്ടി. ഇനി മൾട്ടിപ്ലൈ ചെയ്താലോ? +6 × -7. 6 7s are -42. റെഡി ആയല്ലോ. അപ്പോൾ നമുക്ക് 42 ഇങ്ങനെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ, മനസ്സിലാകാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ ഈ മിഡിൽ ടേമിനെ മാത്രം സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇതാണ്ട് ഈ മിഡിൽ ടേമിനെ മാത്രം സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? r² - 7r + 6r - 42 എന്ന് എഴുതി. ഇതിനകത്ത് രണ്ടിലും ഒരു 6 കോമൺ ഉണ്ട്. അവനെ ഇങ്ങ് വെളിയിലെടുത്തു. 6 × ബാക്കി എന്തോ ഉണ്ട്? r -
7. ഇതുപോലൊരു R-7 ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ആരെ എടുക്കണം? +6 ഇങ്ങ് എടുക്കണം. 6 എടുക്കുമ്പോൾ 6 ഉണ്ട്, 6R. 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വലിയ ചെയ്യണ്ടേ? 6 7s are 42. അതും -7 കിടക്കുന്നു. ഇനി ഇവർ രണ്ടിലും ആരാ കോമൺ? R-7 ഉണ്ട്. R-7 ഇൻറ്റു R+6. ആൻസർ കിട്ടിയുണ്ടോ? രണ്ടിനെ ഫാക്ടറൈസ് ചെയ്തു. ഓരോന്നും ഓരോ ടൈപ്പിലാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ചെയ്യാനാണ് പ്രയാസം. അതുകൊണ്ട് തന്നെ സിമ്പിളാണെന്ന് തോന്നാമെങ്കിലും എല്ലാം കൂടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് പലവട്ടം ഈ കണക്ക് ചെയ്ത് പഠിച്ചോണം കേട്ടോ. അപ്പോൾ റെഡിയല്ലേ? അടുത്തതൊരു സിമ്പിൾ കണക്കാ, ഭാഗ്യം. എന്താണ്? നമ്മുടെ 4ാമത്തെ കണക്ക്. നമുക്ക് ഇവിടെ ഇച്ചിരി ഉള്ളൂ. 4ാമത്തെ കണക്ക് നോക്കിയേ. 49g² + 14gh അല്ലേ? 14gh + h². ഇതല്ലയോ ക്വസ്റ്റ്യൻ? ഇത്രയേ ഉള്ളൂ, 3 ടേം. അപ്പോൾ സംതിങ്ങിൻ്റെ ഹോൾ സ്ക്വയർ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. 49g² എന്ന് പറഞ്ഞാൽ 7gയുടെ സ്ക്വയറാണ്. അപ്പോൾ അത് ഓക്കെ ആയി. h² എന്ന് പറഞ്ഞാൽ hൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നടുക്കത്തെ ടേം അതനുസരിച്ച് പറ്റുമോ എന്ന് നോക്കണം. ഞാൻ എങ്ങനെ എഴുതുന്നത്? 49നെ 7g² എന്ന് എഴുതി. പ്ലസ് ഈ h²നെ hൻ്റെ സ്ക്വയറായിട്ട് അങ്ങ് എഴുതി. ഇനി ഈ 14നെ എങ്ങനെ എഴുതണം? വേണ്ടി ഇത് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 7g ഇൻറ്റു സെക്കൻഡ് നമ്പർ h. ശരിയല്ലേ? 7 2s are 14gh. അപ്പോൾ റെഡി ആയില്ലേ? അപ്പോൾ ഇത് ഏത് ഫോമില? a² + 2 ഇൻറ്റു a ഇൻറ്റു b + b² ആണ്. അതിൻ്റെ ഐഡൻറ്റിറ്റി എന്തുവാ? a + b ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്തോ കിട്ടി? 7g + h ദ ഹോൾ സ്ക്വയർ. 7g + h ദ ഹോൾ സ്ക്വയർ. ഇതിനെ എങ്ങനെ എഴുതാം? 7g + h ഇൻറ്റു a²നെ a ഇൻറ്റു a എന്ന് എഴുതരുതോ? ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളതിനെ 2 ആയിട്ട് എഴുതി. നമ്മുടെ ആൻസർ റെഡിയായി. സിമ്പിളല്ലേ? അത് വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ്. അയ്യോ, ഇനിയും വേണ്ട വലിയൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നത്. എന്താ ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. തിരിച്ചു വെച്ച് നോക്കാം എന്തൊക്കെയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി പണിയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 64u² + 121v² + 4w². ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ. 8uൻ്റെ സ്ക്വയറാണിത്, 11vയുടെ സ്ക്വയറാണിത്, 2wൻ്റെ സ്ക്വയറാണിത്. അപ്പോൾ a² + b² + c², a + b + c ദ ഹോൾ സ്ക്വയർ. അല്ലേ തന്നെ ഇവിടുത്തെ ടേം നോക്കാം. 1 2 3 4 5 6 എണ്ണം വരുന്നുണ്ട്. 6 എണ്ണം വരുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി ഏതാണ്? 6 വരുന്ന ഐഡൻറ്റിറ്റി ഇതല്ലേ നമ്മൾ പഠിച്ച്? x + y + z ദ ഹോൾ സ്ക്വയർ = x² + y² + z² + 2xy + 2yz + 2zx. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി വരുന്നത്. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. പക്ഷേ അവിടെ കുറേ മൈനസുകാരൊക്കെ ഉണ്ട്. അതിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പോട്ടെ. എത്ര ആയിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ എന്തോ? അതിൻ്റെ ബാക്കി എന്തോ? -176 uv ഉണ്ട്. അപ്പോൾ യുവും വിയും ഇട്ടു. പിന്നെ -32 uw ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ വരുന്നതാണ് uw. പിന്നെയോ? പിന്നെ 44 vw ആണ്. അവൻ പ്ലസ് ആണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ പ്ലസ് വന്നു. അപ്പോൾ ഇവിടെയും പ്ലസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പ്ലസ് ഇട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ഇവിടാണ് മൈനസിൻ്റെ ചാൻസ്. അപ്പോൾ ഇവിടെ അങ്ങ് മൈനസ് കൊടുക്കണം. അതാ ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം. 8u ദ ഹോൾ സ്ക്വയർ + 11v ദ ഹോൾ സ്ക്വയർ + 2w ദ ഹോൾ സ്ക്വയർ. 11ൻ്റെ v എടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഇട്ടണം കേട്ടോ. 2w ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഇതുപോലെ എഴുതാവോ എന്ന് നോക്കി. ഇത് രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 8u ഇൻറ്റു 11v. ശരിയാണോ? 11 2 8s are 88. 88 ഇൻറ്റു 2 176 ആണ്. ശരിയാണല്ലേ? ഈ മൈനസും കിടപ്പുണ്ട്. മൈനസ് uw അല്ലേ? അപ്പോൾ നമ്മൾ ഇത് രണ്ടിനെയും കൂടെ എടുക്കണം. എങ്ങനെ എഴുതണം? 2 ഇൻറ്റു ഇവിടെ 8 കിടപ്പുണ്ട്. 8u ഇൻറ്റു 2w. ശരിയാണോ നോക്ക്. 2 8s are 16, 2s are 32. കറക്റ്റ് ആയില്ലേ? അവിടെ മൈനസും കിടപ്പുണ്ട്, അതും നമ്മൾ ഇട്ടു. പ്ലസ് അടുത്തത് നോക്കുക. 44നെ ഇവരെ രണ്ടുപേരെയും കൂടെ എടുക്കണം. 2 ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു 2w. 8v ഇല്ലേ? 8u. 8u ഇൻറ്റു 2w. ശരിയാണോ നോക്കിയേ? 8 4s are 32 കിടപ്പുണ്ടല്ലോ. പിന്നെ നമുക്ക് എന്തോ പറ്റിയാഞ്ഞ്? ഇവന്മാർ രണ്ടും കൂടെ ഇതായിരുന്നുള്ള. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ വേണ്ടേ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതണ്ടേ?
44നെ എങ്ങനെയൊക്കെ എഴുതണം? വിയും ഡബ്ല്യു ആണ്, വിയും ഡബ്ല്യു ആണ്. അപ്പം എങ്ങനെ എഴുതണം? +2 ഇൻറ്റു വിയുടെ 11V അല്ലേ, 11V ഡബ്ല്യു വരുന്നേ ഇൻറ്റു 2W. ശരിയാണോ നോക്ക്? 11 2s are 22, 2s are 44 വന്നു. അപ്പോൾ എല്ലാം റെഡിയല്ലേ? എവിടാണ് മൈനസ് എടുക്കേണ്ടതെന്ന് നോക്കിക്കേ. നമുക്ക് ഇവിടെ മൈനസ് വന്നു, ഇവിടെ മൈനസ് വന്നു. അതായത് 2 ടേം നമുക്ക് ഇങ്ങനെ എടുക്കണം. ഇതിൻ്റെ ഐഡൻറ്റിറ്റി ആൻസർ എങ്ങനെയായിട്ടാണ് വരുന്നത്? 8U പിന്നെ 11V പിന്നൊരു 2W. ഇതങ്ങോട്ട് എഴുതിയിട്ടിട്ട് നമുക്കൊരു സൈൻ നോക്കാം. സംതിങ്ങിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. ആദ്യത്തെ എൻ്റെ സ്ക്വയർ 50, 64U സ്ക്വയർ, 11V സ്ക്വയർ 121V സ്ക്വയർ, 4W 2Wൻ്റെ സ്ക്വയർ എന്താ പറയുന്നത്? 4W സ്ക്വയർ ആണ്. പക്ഷേ അടുത്ത ടേം നോക്കിയേ -176 വന്നു. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരത്തുള്ളൂ. പിന്നെയോ 32 വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ 11 4s are 44V VW വന്നു. വിയും ഡബ്ല്യുവും കൂടെ പ്ലസ് വരണമെന്നുണ്ടെങ്കിൽ ഇവനും കൂടെ മൈനസ് ആയേ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജോലി തീർന്നു. എന്താ കിട്ടുന്നത്? 8U - 11V - 2W ഇൻറ്റു എ സ്ക്വയറിനെ A ഇൻറ്റു A എന്ന് എഴുതാം. 8U - 11V - 2W. കാരണം നമ്മൾ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞാൽ A സ്ക്വയറിനെ A ഇൻറ്റു A എന്ന് എഴുതണം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആപ്പോൾ അതേ ഇൻറ്റു അതേന്ന് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അതോടെ നമ്മുടെ കണക്ക് തീർന്നു. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ ചെയ്യാൻ. അതിനകത്ത് ചെയ്യാൻ എല്ലാം സിമ്പിളായിട്ട് തോന്നുന്നെങ്കിലും ഈ വിധ കൊനഷ്ടുകളൊക്കെ ആലോചിച്ച് മനസ്സിലാക്കി വേണം നമ്മളിതൊക്കെ എഴുതാൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറെ 2 ഐഡൻറ്റിറ്റിയാണ്. ടീച്ചർ ആ ഐഡൻറ്റിറ്റി ഒന്ന് എഴുതി തരാം. അപ്പോൾ ആ ഐഡൻറ്റിറ്റി ഒന്ന് വേണ്ട, അത് നമ്മളിനി അടുത്ത ദിവസം എഴുതാം. കാരണം അത് എഴുതുമ്പോഴത്തേക്ക് ലെങ്തി ആകും വീഡിയോ. അപ്പോൾ ഇത്രയും കണ്ടാൽ മതി. നന്നായിട്ട് 2-3 പ്രാവശ്യം ചെയ്ത് പഠിച്ച് എല്ലാവർക്കും ഒരാളും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. പ്ലീസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക. ബൈ.